ഹായ് മക്കളെ, മാത്സ് പഠിക്കുമ്പം എല്ലാ ടീച്ചേഴ്സും സ്ഥിരമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ എഴുതി പഠിക്കണമെന്ന്, അല്ലേ? പക്ഷേ നിങ്ങളിൽ ഭൂരിഭാഗം പേരും ഇതിനോട് എത്രമാത്രം യോജിക്കുന്നുണ്ട്? ഭൂരിഭാഗം പേരും വളരെ കുറച്ച് മാത്രമേ ഇതിനോട് യോജിക്കുന്നുണ്ടാവുള്ളൂ. എന്തിനാണ് എഴുതി പഠിക്കുന്നത്? ഞാനൊക്കെ എങ്ങനെയായിരുന്നു കേട്ടോ ആലോചിച്ചിരുന്നത്. ഒരു 6th സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുന്ന സമയത്ത് എഴുതി പഠിക്കണം എന്തിന്? ക്ലാസ് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യും, വീട്ടിൽ പോയിട്ട് ജസ്റ്റ് വായിച്ചു നോക്കും, ഏത് എക്സാം വന്നാലും സുഖമായിട്ട് എഴുതിയിട്ട് നല്ല മാർക്ക് വാങ്ങും, അല്ലേ? പക്ഷേ ഒരു 8th 9th എത്തിയ സമയത്ത് ഞാൻ ഇതേ രീതി തന്നെ ഫോളോ ചെയ്തു. കാരണം അപ്പോഴും ടീച്ചേഴ്സ് ഇങ്ങനെ തന്നെയാണ് പറയുക, എഴുതി പഠിക്കണം. പണ്ടും ടീച്ചേഴ്സ് ഇത് തന്നെയായിരുന്നു പറയുന്നത്. പക്ഷേ എനിക്ക് പണ്ട് മാർക്ക് കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ 8th 9th എത്തിയ സമയത്ത് മാർക്ക് കുറഞ്ഞു തുടങ്ങി. അപ്പോഴാണ് ഈ എഴുതി പഠിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായി തുടങ്ങിയത്. കാരണം ചെറിയ ക്ലാസ്സിലൊക്കെ നമുക്ക് അധികം അങ്ങോട്ട് പഠിക്കാനൊന്നും ഉണ്ടാവില്ല, വലിയ വലിയ സ്റ്റെപ്പുകൾ ഉണ്ടാവില്ല. കൺസെപ്ച്വൽ ക്ലാരിറ്റിയാണ് അന്നപ്പോൾ നോക്കുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫ്രാക്ഷൻസിൻ്റെ അഡീഷൻ, അത് ആ കൺസെപ്റ്റ് ഉണ്ടായാൽ മതി നമ്മുടെ മനസ്സിലേക്ക്. LCM എടുത്തിട്ട് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, പിന്നെ സിംപ്ലിഫൈ ചെയ്യുക. ഈ കൺസെപ്റ്റ് ഉണ്ടായാൽ മതി. കാര്യമായിട്ടുള്ള സ്റ്റെപ്പുകളൊന്നും അതിലില്ലായിരുന്നു. അതേപോലെ തന്നെയാണ് ചെറിയ ചെറിയ പ്രോബ്ലംസ് ഒക്കെ ആയിരിക്കും ഉണ്ടാകുക. അന്നപ്പം കാര്യമായിട്ട് സ്റ്റെപ്പുകൾ എഴുതി പോകാൻ നമുക്ക് ഉണ്ടാവാറില്ല ക്ലാസ്സുകളിലൊന്നും. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ എഴുതി പഠിച്ചിട്ടില്ലെങ്കിലും വലിയ പ്രശ്നം ഉണ്ടാകാറില്ല. എന്നാൽ നിങ്ങൾ കുറച്ചുകൂടെ വലിയ ക്ലാസ്സിലേക്ക് എത്തി, 8th CBSE അത്യാവശ്യം വലിയൊരു ക്ലാസ്സായി. നമ്മളെ 10th ഫൗണ്ടേഷനായിട്ട് നമുക്ക് പറയാൻ പറ്റിയ 2 ക്ലാസ്സുകളാണുള്ളത്, 8th 9th. ഈ 2 ക്ലാസ്സുകളുമാണ് 10th CBSEയുടെ ഫൗണ്ടേഷനായിട്ട് വർക്ക് ചെയ്യുന്ന 2 ക്ലാസ്സുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾ 8th CBSE ഫേസ് ചെയ്യേണ്ടി വരും. അതിൽ പ്രധാനപ്പെട്ട മാറ്റമാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോബ്ലംസിൻ്റെ ലെങ്ത് കൂടുകയാണ്, സ്റ്റെപ്സിൻ്റെ എണ്ണം കൂടും, ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സിൻ്റെ വലുപ്പം കുറച്ച് കൂടാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനാണ് ഇനി വരാനുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാത്സ് ചുമ്മാ വായിച്ചു പോയതുകൊണ്ട് ഒരു കാര്യവുമില്ല. നിങ്ങളൊരു പ്രോബ്ലം കണ്ടു കഴിഞ്ഞാൽ ആ പ്രോബ്ലത്തിൻ്റെ ക്വസ്റ്റ്യൻ മാത്രം നിങ്ങൾ വായിച്ചിട്ട് അതിൻ്റെ ആൻസർ ഒന്നും നോക്കാതെ ആ പ്രോബ്ലത്തിൻ്റെ ആൻസർ ആദ്യം മുതൽ അവസാനം വരെ പ്രോപ്പറായിട്ട് എഴുതി നോക്കുക, ഇൻക്ലൂഡിങ് സ്റ്റെപ്സ് വെച്ചിട്ട് തന്നെ നിങ്ങൾ എഴുതി പ്രാക്ടീസ് ചെയ്യുക. അല്ലാതെ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ 2 കാൽക്കുലേഷൻസ് മാത്രം ചെയ്തിട്ട് ആൻസറിലേക്ക് എത്തുകയല്ല, സ്റ്റെപ്സ് എഴുതിയിട്ട് തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. കാരണം നിങ്ങൾ ജസ്റ്റ് സ്റ്റെപ്സ് ഒന്നും ഇല്ലാണ്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അതേ ശീലം നിങ്ങൾക്ക് എക്സാമിന് വരികയും നിങ്ങൾക്ക് എക്സാമിന് മാർക്ക് കുറയുകയും ചെയ്യും. കാരണം നിങ്ങളൊരു MCQs മാത്രമുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ അല്ല അറ്റൻഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് 4 മാർക്കിൻ്റെ 5 മാർക്കിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ആ ഒരു ടീച്ചർ സ്കൂളിൽ ഇടുന്നുണ്ടാവും. അപ്പോൾ ആ എക്സാമിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടണമെങ്കിൽ പ്രോപ്പറായിട്ടുള്ള സ്റ്റെപ്സ് ഉണ്ടാവണം. ഫൈനൽ ആൻസർ മാത്രം ഉണ്ടായതുകൊണ്ട് ഒരു കാര്യമില്ല. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ സ്റ്റെപ്സ് ഒക്കെ എഴുതി പ്രാക്ടീസ് ചെയ്യേണ്ടത് വളരെ അനിവാര്യമാണ് ഇനി അങ്ങോട്ടേക്ക്. കാരണം എന്നാൽ മാത്രമേ നമുക്കിങ്ങനെ സ്റ്റെപ്സ് ഒക്കെ എഴുതുന്ന സമയത്ത് നമ്മൾ എവിടെയെങ്കിലും സ്റ്റെക്ക് ആവുന്നുണ്ടോ, എവിടെയെങ്കിലും നമുക്ക് പ്രശ്നങ്ങൾ പറ്റുന്നുണ്ടോ, ഏതെങ്കിലും സ്റ്റെപ്പിൽ നമുക്ക് മിസ്റ്റേക്സ് വരുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കുട്ടി പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് കുട്ടിക്ക് സ്ഥിരമായിട്ട് ഇൻറ്റിജേഴ്സിൻ്റെ സബ്ട്രാക്ഷനിൽ പ്രശ്നം വരുന്നുണ്ട്. നെഗറ്റീവ് ഇൻറ്റിജേഴ്സ് ഇൻവോൾവ് ആവുന്ന സബ്ട്രാക്ഷൻസിൽ കുട്ടിക്ക് പ്രശ്നം വരുന്നുണ്ട്. കുട്ടിക്ക് ഇത് അറിയില്ലായിരുന്നു. കുട്ടി ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുന്നത് കുട്ടിയുടെ എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലാണ്. അപ്പോൾ ആ കുട്ടിക്ക് ആ എക്സാമിനേഷനിൽ ആ പ്രോബ്ലം തെറ്റിപ്പോയി എന്നല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അറ്റ് ദ സെയിം ടൈം ആ കുട്ടി അതിന് മുന്നേ ആ ഒരു ക്വസ്റ്റ്യൻ ജസ്റ്റ് എഴുതി പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിലോ, കുട്ടി വായിച്ചു പഠിക്കുമ്പോൾ കുട്ടി അതിലുള്ള ആൻസർ അതേപടി വായിച്ചു പോവാണ്. അപ്പോൾ കുട്ടിയുടെ ബ്രെയിൻ വർക്ക് ആവുന്നില്ല. കുട്ടിയുടെ ബ്രെയിൻ ഇങ്ങനെ പാസീവ് മോഡിൽ അതിങ്ങനെ വായിച്ചു പോകുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ അതെങ്ങനെ ആഡ് ചെയ്തിട്ട് ഇത്ര കിട്ടി എന്ന് കുട്ടി ആലോചിക്കുന്നില്ല. അറ്റ് ദ സെയിം ടൈം കുട്ടി ആ പ്രോബ്ലം മുന്നേ ഒന്ന് എഴുതി പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ സബ്ട്രാക്ഷനിൽ കുട്ടിക്ക് തെറ്റ് പറ്റുകയും ഫൈനൽ ആൻസർ തെറ്റിപ്പോവുകയും തൽഫലമായിട്ട് കുട്ടി അതിൻ്റെ കറക്റ്റ് ആൻസർ നോക്കുന്ന സമയത്ത് ഇന്ന സബ്ട്രാക്ഷനിൽ ഇന്ന സ്റ്റെപ്പിൽ എനിക്ക് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്, ഓക്കെ ഇതൊരു മിസ്റ്റേക്കാണ്, എൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ള മിസ്റ്റേക്കാണ്, ആ ടോപ്പിക് എനിക്ക് കൃത്യമായിട്ട് ക്ലിയർ അല്ല, അത് ഞാൻ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ അവിടെ എനിക്കൊരു എറർ പറ്റുന്നുണ്ട്, എനിക്ക് ശ്രദ്ധക്കുറവ് ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ എന്താണോ മിസ്റ്റേക്ക് ഉണ്ടാവുന്നത് ആ കുട്ടി അത് റിയലൈസ് ചെയ്യുകയും അത് ആ കുട്ടിയുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഫീഡ് ചെയ്ത് കിടക്കുകയും ചെയ്യും. തൽഫലമായിട്ട് എക്സാം ഹാളിൽ കുട്ടി ഒരു എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു ക്വസ്റ്റ്യനിൽ ആ ഒരു പ്രോബ്ലം വരികയാണ്, അല്ലെങ്കിൽ ആ ഒരു സ്പെസിഫിക് സ്റ്റെപ്പ് വരികയാണ്, ആ കുട്ടി സബ് കോൺഷ്യസ് മൈൻഡിൽ ഇങ്ങനെ ഉണർന്നു പ്രവർത്തിക്കുക ആ കുട്ടിയുടെ. എന്നിട്ട് പറയും, ഓക്കെ അന്ന് ഇങ്ങനെ തെറ്റിപ്പോയിട്ടുണ്ട്, ശ്രദ്ധിക്കണം. അപ്പോൾ ആ കുട്ടി ഓക്കെ അത് ഓർമ്മ വരും, ആ ഒരു തെറ്റിപ്പോയ ഇൻസിഡൻറ്റ് കുട്ടിക്ക് ഓർമ്മ വരും, കുട്ടി അത് സ്വാഭാവികമായിട്ടും കറക്റ്റ് ആക്കി വരും. അപ്പോൾ നമ്മൾ എഴുതി പഠിക്കേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ എഴുതി പഠിക്കുന്ന സമയത്ത് നമ്മൾ സ്റ്റെക്ക് ആവുന്നത് എവിടേക്കാണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ദാറ്റ് മീൻസ് നമ്മുടെ കൺസെപ്റ്റ് എവിടേക്കാണ് വീക്ക് ആയിട്ടുള്ളത് അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അതോടൊപ്പം നമുക്ക് എവിടെയൊക്കെയാണ് നമ്മൾ ശ്രദ്ധയില്ലായ്മ മൂലം മാർക്ക് കളയുന്നത്, അതോടൊപ്പം നമ്മൾ എവിടെയൊക്കെയാണ് മിസ്റ്റേക്സ് വരുത്തുന്നത്, ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും.
നമ്മൾ ജസ്റ്റ് പാസീവായിട്ട് വായിച്ചു പോവുകയാണെങ്കിൽ ഒരിക്കലും നമുക്കിതൊന്നും മനസ്സിലാവുകയില്ല. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ എഴുതി പഠിക്കാൻ തയ്യാറായിക്കൊള്ളുക 8th CBSE മുതൽ. സോ 8th CBSE ഈ അക്കാദമിക് ഇയർ മുഴുവൻ നമുക്ക് സൈലത്തിൻ്റെ ഓൺലൈൻ ട്യൂഷൻ ബാച്ച് ആയിട്ടുള്ള യോധ ബാച്ചിനോടൊപ്പം പഠിക്കാം. എല്ലാ സബ്ജക്ട്സിലും ഏത് ടീച്ചർ എങ്ങനെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട് കഴിഞ്ഞാലും നമുക്ക് എല്ലാ സബ്ജക്ട്സിലും മുഴുവൻ മാർക്കും നേടുന്ന രീതിയിലേക്ക് നമുക്ക് മാറേണ്ടതായിട്ടുണ്ട്. സോ മക്കളെ, ഓൾ ദ ബെസ്റ്റ്.